ഇതെന്താ ജ്യൂസിൻ്റെ കയ്യിൽ? എഗ് ഫ്രൂട്ട് നമുക്ക് പറിക്കാം. ഇതിൻ്റെ ഇവിടെ നമ്മുടെ മരത്തിലുണ്ടായ എഗ് ഫ്രൂട്ടാണ്. ഞാനിങ്ങനെ കയറിയിട്ടാണ്. അമ്മ നോക്കട്ടെ. മോശം ഉണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. ആ, ബാഡ് ഉണ്ടെങ്കിൽ കളഞ്ഞോ. സ്റ്റീവ്, ആ വടിയും എടുത്തു, ഒരു കമ്പെടുത്തു. എഗ് ഫ്രൂട്ട് ഇതൊരു എഗ് ഫ്രൂട്ടിൻ്റെ മരമാണ്. ഇതാണ് പ്ലാന്റ്. പറിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പഴുത്തിരിക്കും. ചെറിയതാണ്. ഇതൊക്കെ ഒരു കുഞ്ഞ് എഗ് ഫ്രൂട്ട്, കുഞ്ഞത്. ഇതൊക്കെ തൂളിപ്പോയതെല്ലാം പെറുക്കി വയ്ക്കുക. തൂളിപ്പോയത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് ചോദിച്ചാ. ഓ, നീ അതിൽ പെയിന്റ് അടിച്ചു വെച്ച്. അവിടെ ഉണ്ട്, പക്ഷെ അത് എത്തില്ല. ആ തോട്ടി ഇങ്ങെടുക്ക. ആ തോട്ടി എന്ത്? ആ, എനിക്ക് കിട്ടി. എൻ്റെ അടുത്താണ് കളിയെന്ന്. ഞാൻ ചാടിപ്പിടിച്ചു. ബെൻസിവ ഇങ്ങോട്ട് വാ. 24 കുഞ്ഞ് ഫ്രൂട്ട് അടക്കം. 24 ഫ്രൂട്ടുണ്ട് ഈ ഫ്രൂട്ട് അടക്കം. ഇതിൻ്റെ വൈറ്റ് കളറ് മാറിയിട്ട് വേണം വൈക്കോലിൽ എടുത്ത് വയ്ക്കാൻ. അകത്ത് കയറ്റി വയ്ക്കാം. ഒരാഴ്ചയും കൊണ്ട് പഴുക്കും. അപ്പോൾ പാലൊഴിച്ചിട്ട് ഏലക്കായ ഇട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്.